ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നോമ്പായതുകൊണ്ട് ഒന്നാമത് ഭയങ്കര ക്ഷീണം ഇതൊക്കെ ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടണ്ട. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു റെസിപ്പി തന്നെ ഉണ്ടാക്കുക എന്ന് വിചാരിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് നമ്മളെ അവിടെ വീട്ടിലല്ല ഉള്ളത്, നമ്മളെ തറവാട്ട് വീട്ടിലാണ് ഉള്ളത്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചിക്കൻ പൊട്ടിത്തെറിച്ചത്. നോമ്പിന് നമ്മൾ തോന്നിയും കട്ട്ലേറ്റ്, സമൂസ അങ്ങനത്തെ ഒക്കെ അല്ലേ ഉണ്ടാക്കുക. നമുക്ക് കുറച്ച് മെനക്കേടാണ്, ഉള്ളി കട്ട് ചെയ്യണം, അങ്ങനെ കുറച്ച് പണികളുണ്ട്. പക്ഷെ ഇത് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഒരു സമൂസ ഷീറ്റും പിന്നെ കുറച്ച് ചിക്കനും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. എന്നാൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഈ ഒരു നോമ്പിൻ്റെ ടൈമിലായിരിക്കും നമ്മളെ പരീക്ഷണങ്ങളൊക്കെ നമ്മൾ പുറത്തെടുക്കുക. കാരണം മെയിനായിട്ട് എണ്ണക്കടികളും ഇതൊക്കെ ഉണ്ടാക്കൽ റമദാനാണ്. പരീക്ഷണം പോലെ ഇത് പിന്നെ നമ്മൾ മുന്നേ ഒക്കെ ഉണ്ടാക്കി വിജയിച്ചൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇന്നെന്തായാലും നമുക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമ്മളിന്ന് അവിടെ നിന്നല്ല കുക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് അതിൻ്റേതായ പരിമിതികളൊക്കെ ഉണ്ടാവും. അത് നമുക്ക് ഇനി കുക്കിങ്ങിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. അതിങ്ങനെ നീളക്കനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ചൊരു ചെറിയതാക്കിയിട്ടാണ് കട്ട് ചെയ്തത്. അപ്പോൾ വെന്ത് കിട്ടും. നമുക്ക് കുറച്ച് വലുതാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പം ഇനി ഇതിലേക്ക് എന്തൊക്കെയാണ് മസാല ആക്കേണ്ടത് വെച്ചാൽ, അപ്പം നമ്മൾ ഇതിലേക്ക് നമ്മളിപ്പോൾ കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചുള്ള കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല. ഞാൻ ഈ ഒരു ചിക്കൻക്കുള്ള അളവായിട്ട് എടുക്കുന്നത്. കുറച്ച് പെരിഞ്ജീരക പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി നമ്മൾ ചതക്കി വെച്ചതാണ് കേട്ടോ. അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ഇനി നല്ലോണം മിക്സ് ചെയ്യാം. ഇനി നമ്മൾ എല്ലാതും ഇവിടുത്തെ പാത്രത്തിലാണ് കേട്ടോ ഉണ്ടാക്കുക. നമ്മൾ പാത്രങ്ങളും കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. തൈരാണ് ഇതിലേക്ക് ഒഴിച്ച് കാണുന്നത്. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് നമ്മളിതാ കുറച്ച് നാരങ്ങ പിഴിഞ്ഞെടുക്കുന്നുണ്ടേ. കുറച്ച് സോയാ സോസ് നമ്മൾ ഒഴിച്ചെടുക്കണം കേട്ടോ. ചിക്കൻക്ക് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, ഗരം മസാല, കുറച്ച് ഉപ്പ്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ലെമണ്, പിന്നെ സോയാ സോസും കൂടെ ഇട്ട് നല്ലോണം ഇതാക്കി വെച്ചതാണ് കേട്ടോ. ഇനി നമ്മൾ അതിലേക്ക് കോഴിമുട്ട പൊട്ടിച്ച് പാരാം. പിന്നെ കുറച്ച് ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കണ്ടേ. നല്ലോണം മിക്സ് ചെയ്തെടുക്കും. ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ളൂ. കോഴിമുട്ട വലുതാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അതിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് സമൂസ ഷീറ്റ് എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഇത്ര ഒരു തിക്നെസ്സിൽ കട്ട് ചെയ്തെടുക്കുക. സമൂസ ഷീറ്റ് നമ്മളിതാ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മൾ കോൺഫ്ലവർ ഇട്ട് കൊടുക്കണം. അതിലേക്ക് നമ്മൾ കോൺഫ്ലവർ ഇട്ടെടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കുറച്ച് കോൺഫ്ലവർ ഇട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമ്മളെ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ നേരത്തെ മസാല ആക്കി വെച്ച ചിക്കൻ ഓരോന്നും ഇതിൽ ഇങ്ങനെ ഇട്ടെടുത്തിട്ട് ഇങ്ങനെ ഇതാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ കോഴിമുട്ട യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇത് വേഗം ഒട്ടി പിടിക്കും. അങ്ങനെ അതെല്ലാം നമ്മൾ ഇതുപോലെ ഇങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ എണ്ണയിലിട്ട് പൊരിച്ചാൽ സൂപ്പറാവും. ഇങ്ങനെ നമ്മളിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, നല്ലോണം ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോന്നിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ സംസാരിക്കാതെ മൊത്തം ഓളയും കൊണ്ട് ചെയ്യാന്ന് വിചാരിച്ചു നിൽക്കുക. പക്ഷെ ഓൾക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. വേറൊരു കാര്യം, വീഡിയോ എടുക്കാണ് ഞങ്ങൾ തെറ്റും.
ചിലർക്ക് സംസാരിക്കാൻ അറിയില്ല, അതേപോലെ സൗണ്ട് ഇല്ലാന്നും പറയും. സൗണ്ട് ഇതിനെ പിടിച്ചാ ഇതാ വരുന്നേ. അടുത്ത കാല് വെച്ചാ വീഴും, അടുത്ത കൈ വെച്ചാ വീഴും. ഓക്കെ, അപ്പം എന്തായാലും അങ്ങനെയൊക്കെയാണ് മക്കൾ. എന്തായാലും ബാക്കി ഞാനും മുയമിച്ച് തരാം. നമുക്ക് എന്തായാലും നമ്മളെ പുതിയ വീട്ടിലെത്തുമ്പോൾ ഓളം ഒറ്റക്ക് എടുത്തോളൂ കേട്ടോ. ഇവിടെ എത്തുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എപ്പോഴെങ്കിലൊക്കെ നമ്മൾ കുക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അത് കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ റമദാനൊക്കെയാണ്, നിങ്ങൾ പരീക്ഷണ വസ്തുക്കളൊക്കെ എല്ലാവരും ചെയ്യുന്നത് റമദാൻ മാസത്തിലാണ്. ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി നോക്കലും ട്രൈ ചെയ്ത് നോക്കലും. അത് ഉണ്ടാക്കാനുള്ള കാരണം എന്താ അറിയോ? 4 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലവർ സമയം ചിലവഴിക്കാൻ വേണ്ടി ഓരോന്നും ഉണ്ടാക്കും. കാരണം ആ നോമ്പ് തുറത്താറാകുമ്പോഴേക്കും ഒരു സ്പെഷ്യൽ എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ അതുപോലത്തെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഞാൻ കണ്ടതിൽ ഇത്രത്തോളം ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ചിക്കൻ മുങ്ങണ രീതിക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഇവളോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് ആ ഓയിൽ വേസ്റ്റ് ആവുമെന്ന്. അപ്പോൾ വേസ്റ്റ് ആവാത്ത അത് ടൈം എടുക്കും. പക്ഷെ ഒരു ഫുഡിൻ്റെ എപ്പോഴും തിരിച്ചെടുക്കണമല്ല, അത് മുങ്ങി വേവണ ടേസ്റ്റ് ആണെങ്കിൽ അത് മുങ്ങി വേവണം. ഇപ്പം ഈ ഹോട്ടലിൽ നിന്നൊക്കെ നമ്മൾ എണ്ണക്കടി വാങ്ങണതും നമ്മൾ നമ്മുടെ വീട്ടിൽ എണ്ണക്കടി ഉണ്ടാക്കുന്നത് രണ്ട് വ്യത്യാസം, രണ്ട് ടേസ്റ്റാണ്. അതെന്തുകൊണ്ടാ? അത് അങ്ങനെ മുങ്ങിപ്പോരി, അതായത് ഒരേ ടൈമിൽ എല്ലായിടത്തും ഒരേ വേവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്രയും വെളിച്ചെണ്ണയിൽ ചെയ്യണത്. അല്ലെങ്കിൽ പിന്നെ നമ്മളത് പൈസ അല്ല, എണ്ണ ചെലവാണ്, അങ്ങനെയാണെന്ന് വെച്ചാൽ ഉണ്ടാക്കാൻ നിൽക്കരുത്. അങ്ങനെ ഈ പറയുകയാണെങ്കിലല്ല, അതാണ് ഞാൻ ഹോട്ടലിലെ വ്യത്യാസവും നമ്മൾ പെരയിൽ ഉണ്ടാക്കുമ്പോഴുള്ള വ്യത്യാസം. ഓക്കെ, പിന്നെ ഹോട്ടലിൽ ഓരോ അമോണി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി അമോണിയും കാര്യങ്ങളും ഒക്കെ ഇടും. നമ്മൾ ചിലപ്പോൾ അതൊന്നും ഇടൂല, അജിനാമോട്ടും കാര്യങ്ങളൊക്കെ ഇടും ടേസ്റ്റ് കൂടാൻ വേണ്ടിട്ട്. എന്ത് തീന്റെ അടുത്തേക്ക് അങ്ങനെയൊക്കെ നമ്മൾ നോക്കും ഫോണ്. ഇന്ന് പുതിയ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്. പുതിയ കിട്ടുമ്പോ ഒരു ഇതാണ്. ഇത് ഏകദേശം എത്ര ടൈം എടുക്കും വേവണമെങ്കിൽ? ഇത് വേവണമെങ്കിൽ ടൈം അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോമ്പാവുണ്ട്. ചെറിയ പീസാക്കി, കാരണം എന്താ വെച്ചാ വലുതൊക്കെ ആക്കിയാലേ എന്താണ് കിട്ടില്ല നമുക്ക്. ഈ സമൂസന്റെ ആവും, ഉള്ളിലെ ഇറച്ചി വേവണമെങ്കിൽ ടൈം എടുക്കും. പക്ഷെ ഇത് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാൻ പറ്റും. അത് ഞാൻ മുമ്പ് ഒരു സ്ഥലത്തുനിന്ന് ഈ സാധനം കഴിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബ്രോസ്റ്റ് ഒക്കെ കഴിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് ഇതിന് കിട്ടുക. ഇനി അതന്നെയാണോ ഇത് കിട്ടുക എന്നുള്ളത് ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. എന്താ സമയം ഇപ്പൊ ഏകദേശം നോക്കിക്കോളി, 5:50 ആവൂലേ? അപ്പൊ നമുക്ക് വത്തക്കയും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാനുണ്ട്. അപ്പൊ എന്തായാലും എല്ലാവർക്കും വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ചിക്കൻ പൊട്ടിത്തെറിച്ചത്. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അത് മാത്രമല്ല, ഇനി നമുക്ക് ഒരു ഇതുപോലെ ഒരു ട്രിപ്പും കൂടി പൊരിക്കാനുള്ള സാധനം ഉണ്ടാവും. ഉണ്ടാക്കാം. പിന്നെ ഞാൻ ഇനിയൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഞാൻ ചോദിച്ചപ്പോൾ നമുക്കിതെല്ലാം നമ്മളെ പുതിയ പെരയിൽ നിന്ന് മിക്സ് ചെയ്ത് വന്നാൽ പോരെ. അപ്പം ഞാൻ പറഞ്ഞു പുതിയ പെരപ്പ് ഉണ്ടായതാണ്. പഴയ പെര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചട്ടി ആയാലും ഈ പാത്രം ആയാലും ഇതൊക്കെ ഇവിടെ ഉണ്ടാകുന്ന പാത്രങ്ങളാണ്. അപ്പോൾ ഒന്നും എടുക്കണ്ട. പഴയ പെരയിൽ നിന്ന് നമ്മൾ ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ ആ പഴയ പെരത്തെ സാധനങ്ങളും കൊണ്ട് ഉണ്ടാക്കുന്ന സാധനം ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇതൊക്കെ അവിടെ മിക്സ് ചെയ്തിട്ട് ഇവിടെ വന്ന് ജസ്റ്റ് പൊരിക്കാമെന്ന് മാത്രമുള്ള ഇത് കാട്ടാച്ചിട്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളത് ഒഴിവാക്കി ഇവിടുന്ന് തന്നെ കുക്ക് ചെയ്യാന്നുള്ള രീതിക്ക് ആക്കിയതാണ് അല്ലേ. നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുമ്പോൾ ആ വീഡിയോക്ക് പൂർണ്ണത ആവണമെങ്കിൽ അതിൻ്റെ ഒടുക്കം മുതൽ തുടക്കം വരെ വേണം അല്ലേ. കരിയുന്നുണ്ടോ? കളറ് മാറല്ല, ചിക്കൻ വന്താ മതി. അങ്ങനെ ആദ്യത്തെ ട്രിപ്പ് അങ്ങനെ ചുമന്ന് വരുന്നുണ്ട് കേട്ടോ. ആ ചുമന്നേ ലൈറ്റ് ആയിട്ട് കളഞ്ഞോ വായിക്കുന്നതേ. പൊടിച്ച് കോരി മാറ്റുന്നത്. നമ്മളെ ചിക്കൻ പൊട്ടിത്തെറിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, എന്നാൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നമ്മളൊരു ബ്രോസ്റ്റ് അതിൻ്റെ അത്ര എത്തിയില്ലെങ്കിൽ ആ ഒരു
ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളെല്ലാവരും വീട്ടിൽ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കുക, ഉണ്ടാക്കിയവരാണെങ്കിൽ ഇതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇങ്ങനെ എല്ലാം ഉണ്ടാക്കിയാൽ വേറെ മോഡൽ ഉണ്ടെങ്കിൽ അത് നമുക്കും കമൻറ്റിൽ പറഞ്ഞു തരേണ്ടി. ഞങ്ങൾ എങ്ങനെയുണ്ട് ചിക്കൻ പൊട്ടിത്തെറിച്ചത് നോക്ക്. ചിക്കൻ പൊട്ടിത്തെറിച്ച മരുന്നുണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളി. സിനുവിൻ്റെ ചിക്കൻ പൊട്ടിത്തെറിച്ചാണ് ഇന്നത്തെ സ്പെഷ്യല്. എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുമോ? ചിക്കൻ എരിഞ്ഞിക്കേ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുമോ? ഇത് ബിരിയാണി വാങ്ങുന്ന ട്രൈയോ? ട്രൈ അല്ല, ട്രൈ ചെയ്യാൻ പറ്റുമോന്ന്. ഇല്ല, ഇത് എന്താ സംഭവിച്ചറിയില്ല. ഇറച്ചിനെ നോക്കുന്നുണ്ടെക്കണം. രസമുണ്ടോ? രസമുണ്ട്. രസമുണ്ടല്ലേ? അത് മതി. അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇന്നത്തെ നോമ്പ് തുറ വിശേഷം ഇത്രയേ ഉള്ളൂ.